ട്രാവലായിട്ടാണ്. മിക്ക ആൾക്കാർക്കും അറിയാൻ മതിയാവും എന്താണ് സോളോ ട്രാവൽ എന്ന്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനെയാണ് സോളോ ട്രാവൽ എന്ന് പറയാം. അപ്പോൾ ഗൈസ്, ബസ് സ്റ്റോപ്പ് മുതലാണ് നമ്മൾ സോളോ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബസ് സ്റ്റോപ്പ് വരെ എൻ്റെ കാക്കയാണ് എന്നെ ആക്കി തന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ സോളോ ട്രാവൽ ആവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഗൈസ്, ഇത് അവിടെ മുതലാണ് നമ്മളിത് സോളോ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗൈസിൻ്റെ ഫസ്റ്റത്തെ സോളോ ട്രാവലാണ്. പിന്നെ ബസ്സിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റക്കൊക്കെ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. ബട്ട് എനിക്ക് പേടി അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ എടുക്കാൻ പോണത് ഞാൻ ഇന്നും പറഞ്ഞില്ലല്ലോ ഗൈസ്. ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുക്കാണ് പോണത്. അവിടെ എൻ്റെ അമ്മൂമ്മമാരെ വീട്ടിൽ കണ്ടിട്ടോ ഗൈസ് ഞാൻ പോണത്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന് ഞാൻ ബസ് കാണാനായിട്ട് ഞാൻ ഓട്ടോയിൽ കയറിപ്പോയി. അങ്ങനെ നമ്മൾ അരീക്കോട് വരെ ഓട്ടോയിൽ കയറിപ്പോന്നു. എന്നിട്ട് അരീക്കോട് ഇറങ്ങി. എന്നിട്ട് അവിടുന്ന് ഞാൻ ചൂടൊക്കെ ഇല്ല, അതുകൊണ്ട് സംഭാരം കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സംഭാരമൊക്കെ കുടിച്ചു. അങ്ങനെ ബസ്സിൽ അവിടെ സ്റ്റാൻഡിൽ തന്നെ ബസ് ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ അമ്മേൻ്റെ അടുക്കള. അങ്ങനെ ബസ്സിൽ ഞാനങ്ങ് കയറി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എൻ്റെ അമ്മേൻ്റെ അടുക്കള സ്ഥലത്തെത്തി. അങ്ങനെ ഗൈസ്, ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. ആൻഡ് അവിടുന്ന് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ ചെറിയ ചെറിയ പേരൊക്കെ ഉണ്ടാവുന്നൊരു മരമുണ്ട്. പക്ഷെ ഓൾക്കൊന്നും ആ പേരൊക്കെ ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ്. അപ്പം ഞാനത് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി ഞങ്ങൾ പീടികയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ കസിനാണ്. ഞങ്ങൾ രണ്ടാളും കൂടെ ആയിരുന്നു പീടികയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടാളും ഒരു ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്, ബട്ട് സ്കൂൾ വേറെ, അങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ പീടികയിൽ എത്തിയാരെ ഐസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പാലൈസും ഓള് ബട്ടർ ഐസാണെന്നാണ് എനിക്ക് തോന്നിയത്. അതിൽ അങ്ങനെയൊക്കെ വാങ്ങിച്ചു. ഉള്ള കാട്ടിലത്തെ ചെടികളൊക്കെ പിടിച്ച് പറിച്ച് നടക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ നമ്മൾ ഓലെ പറമ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ജാതിക്കൊക്കെ പറിക്കാനുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ജാതിക്കൊക്കെ പറിച്ചു. പിന്നെ ഞങ്ങൾ ഏതൊക്കെ അവിടുന്ന് തന്നെ കുറച്ച് പോയാലുള്ള സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ വയ്യൊന്നും അറിയില്ല. പിന്നെ ഓളപ്പം അങ്ങനെ പോയെന്നുള്ളൂ. അപ്പോൾ ഗൈസ്, അവിടെ ചെറിയൊരു അങ്ങനത്തെ ഒരു ചർച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ്, ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഈ ഒരു വഴിക്കാണ് നമ്മൾക്ക് എത്തേണ്ടത്. അങ്ങനെ പോരുടെ വഴിക്ക് കുളമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ താമരയൊക്കെ മൊട്ടായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആകെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കുളത്തിൻ്റെ അവസ്ഥ. അങ്ങനെ ഞാനുള്ള കാട്ടിലത്തെ ചെടികളൊക്കെ പറിച്ച് ഇങ്ങനെ നോക്കിയായിരുന്നു. ഇതൊക്കെ ഞാൻ കുറേ കണ്ട ചെടികളാണ്, എന്നാലും ഒരു ഇതിന് വെറുതെ ഒന്ന് വീഡിയോ ക്ലിപ്പ് എടുത്തുന്നുള്ളൂ. അപ്പോഴാണ് ഗൈസ് ഞാൻ അവിടെ എത്തിയാരാണ് അറിഞ്ഞത്. ഇവിടെ ഓല അയൽവാസിൻ്റെ റിട്ടയർമെൻറ്റ് ഡേൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ട്. അപ്പം അവിടേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ്. ആൻഡ് ഞങ്ങളൊന്ന് ഫ്രഷായി ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി അവിടേക്ക് പോയി. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് പിന്നെ നമ്മൾ പെരയ്ക്ക് പോന്നു. എന്നിട്ട് നമ്മൾ പൈനാപ്പിൾ സുർക്കയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പീടികയ്ക്ക് പോയി. അങ്ങനെ അവിടുന്ന് വന്നപ്പോൾ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാങ്ങ കഴിച്ചു. പിന്നെ പൈനാപ്പിൾ നമ്മൾ തലേന്ന് ഉപ്പിലിട്ട് വെച്ചതുണ്ടായിരുന്നല്ലോ, അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചക്ക് ഞങ്ങൾ നല്ല അടിപൊളി കടായും പിന്നെ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് നെയ്ച്ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഞാൻ കുറേ മുമ്പ് ഇറങ്ങിയ ഹലോ മമ്മി ഇല്ലേ, അത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ രാത്രി ആയപ്പം പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇളനീർ പുഡിങ്. അതിൻ്റെ റെസിപ്പിയൊക്കെ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ പിസ്സ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലുമൊക്കെ സക്സസ് ആയി. ആൻഡ് ഗായ്സ്, ഈ ഒരു വീഡിയോ 2-3 ദിവസത്തെ ഒരു വീഡിയോ ആണ്, 4 ദിവസത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഞാനൊരു വീഡിയോ ഒരു ദിവസത്തിന് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും 2 മിനിറ്റ് ഇതാണ് ഉണ്ടാവല്. ഗായ്സ്, ഈ ഒരു വീഡിയോ വരുമ്പോൾ 4 ദിവസത്തിനായിട്ട് വെറും 5 മിനിറ്റിൻ്റെതാണ്. അപ്പോൾ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം. ആൻഡ് ഗായ്സ്, നമ്മൾ അവിടുന്ന് 2 ദിവസം നിന്ന് പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ എൻ്റെ വേറെ അമ്മൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ കരുതിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റ് തിന്നാണ്ട് ഇങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേനും ബിസ്ക്കറ്റൊക്കെ കാലിയായി. നമ്മൾ വൈകുന്നേരം ചായ കുടിച്ചൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരം ഞങ്ങൾ മാങ്ങ പ്രത്യേക കൂട്ടിലുണ്ടാക്കിയ
പ്രത്യേക റെസിപ്പി ആയിരുന്നു മാങ്ങേൻ്റെത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ബാക്കിയുള്ള ക്ലിപ്സ് ഒന്നും എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഞാൻ ഫസ്റ്റ് പോയ അമ്മേൻ്റെ അവിടെ ആയിരുന്നു ചാർജർ. ഞാൻ അവിടെ പോയിട്ട് ഫോണൊക്കെ ഒന്ന് കുത്തിയിട്ട് പിന്നെ ഞാൻ തിരിച്ച് വരുന്നത് മാത്രം ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ തിരിച്ച് ബസ്സിലായിരുന്നു വന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട.